ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മാതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു സെഷനെ നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സംവിധാനോട് അപേക്ഷിക്കണമേ. ആമേ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേ. എല്ലാവരും വീഡിയോ ഒന്ന് ഓണാക്കോ. സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യ്. ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ആക്കിയിട്ട് ഈ ആഴ്ച എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു ആഴ്ച എങ്ങനെ പോയി എന്തൊക്കെ ഒന്ന് കേൾക്കട്ടെ. എല്ലാരും വീഡിയോ ഓൺ ആക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? സുഖമാണോ? ഓക്കെ. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട്. മഴയുണ്ടോ അവിടെ? ഇല്ല, ചില സ്ഥലത്ത് മഴ. അതാണ് കുറെ പിള്ളേർക്ക് കേറാൻ പറ്റുന്നില്ല മഴ കാരണം. എന്തായാലും നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ഒരു സംഭവം തുടങ്ങാം. ഫസ്റ്റ് ഗെയിം വേണോ ആക്ഷൻ സോങ് വേണോ? ഏതാ വേണ്ട ഫസ്റ്റ്? ഗെയിം മതി. ഗെയിം മതിയോ? ഓക്കെ, എന്നാ നമുക്ക് ഗെയിമിന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ ഒരു സംഭവം പറയും. ഇപ്പൊ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ പറയും. നിങ്ങൾ അതിനുള്ള ഇമോജി ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടണം. സെറ്റ് അല്ലേ? വേഗം നിങ്ങളുടെ മറ്റേ ഇതില് ചാറ്റ് ബോക്സ് എടുത്തിട്ട് വേഗം തന്നെ നിങ്ങളുടെ ഇത് ഇട്ടോ. ഇമോജിയുടെ ഇത് ബോക്സ് സെലക്ട് ചെയ്തോ. ഞാൻ ഇപ്പൊ തന്നെ ഒരു സിറ്റുവേഷൻ പറയും. നിങ്ങൾ അതിനനുസരിച്ച് ഇമോജീസ് എനിക്ക് അയച്ചെന്നെ. സെറ്റ് അല്ലേ ഗൈസ്? ഓക്കെ. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. നമ്മള് പള്ളി പോയി. സോറി, ഞാൻ ആൻസർ പാടെ പറഞ്ഞു. സോറി, ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയാം. ഓക്കെ, നമുക്ക് എപ്പോഴും ശക്തി തന്നെ ഒരാള്, ത്രിത്വത്തിലെ മൂന്നാമത്തെ ആള്. അതിന്റെ വേറെ കുറെ ഫോംസ് ഉണ്ട്. ആ ഒരു ആളുടെ വേറെ കുറെ ഫോംസ് ഉണ്ട്. ബൈബിളിൽ കുറെ ഫോംസിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നതായിട്ട് വന്നു, ഇന്ന സ്ഥലത്ത് ഇന്നതായിട്ട് വന്നു, ഇന്ന സ്ഥലത്ത് ഇന്നതായിട്ട് വന്നു. അതിനകത്ത് 3 ഫോംസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടണം. ആ ആളുടെ ഓക്കെ. ആഗ്നസ് തെരേസ ഒരെണ്ണിട്ടിട്ടുണ്ട്. അതാണ് ഫയർ. പിന്നെ 2 ഫോംസും കൂടെ ഉണ്ട്. അതാരത്? അതല്ല ഇതിന്റെ ആൻസർ. ജീന ജോസഫ് അതല്ല ആൻസർ. തെറ്റിപ്പോയി. നീൽ ജോ തെറ്റിപ്പോയല്ലോ. കുഴപ്പമില്ല. ആഗ്നസ് ഒരെണ്ണം പറഞ്ഞു, ഫയർ. പിന്നെയുണ്ട് 2 ഫോംസും കൂടെ. 2 അല്ല, കുറെ ഫോംസ് ഉണ്ട്. പക്ഷെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന 2 ഫോംസും കൂടെ ഇനിയും ഉണ്ട്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ, വെള്ളം. ഇവാമരിയ, ശരിയാണ്, വെള്ളം. ഓക്കെ, ഫയർ, വാട്ടർ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഫയർ. പിന്നെ ഫയർ, വാട്ടർ. ഓക്കെ, ആഗ്നസ് തെരേസ പ്രാവ്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. കാറ്റും ഉണ്ട്, ശരിയാണ്. ഓക്കെ, ആണ് ഈ 4 ഫോംസും. ഇനി ഞാൻ അടുത്ത സിറ്റുവേഷൻ പറയാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അടുത്ത സിറ്റുവേഷൻ. ഇതൊരു മാതാവിന്റെ പേരാ. മീൻസ് നമുക്ക് വേളാങ്കണ്ണി മാതാവുണ്ട്, ഫാത്തിമ മാതാവുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പല സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ പല പേരുകളായിരുന്നു. ഇത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോ ഈ മാതാവിന് ഒരു പൂവിന്റെ പേരാ കിട്ടിയേ. ആ പൂവ് ഏതാന്ന് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? ഓക്കെ, ഇവാമരിയാണ് ഫസ്റ്റ്. ആഗ്നസ്, നീൽ, എല്ലാവരും ഇട്ടു. റോസ്. ഓക്കെ, ഗുഡ്. അപ്പൊ ആ മാതാവിന്റെ പേരെന്താ? മാതാവിന്റെ പേരും കൂടെ പറ.
പറയോ? അറിയോ? അറിയില്ല. ഓക്കെ. റോസ് മിസ്റ്റിക്ക എന്നാണ് ആ മാതാവിന്റെ പേര്. മരിയ റോസ് മിസ്റ്റിക്ക എന്നാണ് ആ മാതാവിന്റെ പേര്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറയും, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. നമുക്ക് സമയം തീരെ കുറവാണ്. ഓക്കെ, അടുത്തത്. ഓക്കെ, നിങ്ങൾ ഈശോനെയോ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ആ സ്നേഹത്തിന് കൊടുക്കുന്ന ആ ഒരു സിമ്പൽ എന്തായിരിക്കും? ഇത് പെട്ടെന്ന് പറയാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, ഡാനിയൽ ആൻസർ പറഞ്ഞു. ഡാനിയൽ ഹാർട്ട്. വെരി ഗുഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റണ ഇതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം ഗെയിം കളിച്ചു, അടിച്ചു പൊളിച്ചു. ഇനി നമുക്ക് ഒരു ആക്ഷൻ സോങ് കളിക്കാം. റെഡി അല്ലേ? റെഡി ആണോ എല്ലാവരും? അതെ. ഓക്കെ ഓക്കെ. ആ, ഞാൻ ഒന്ന് എണീറ്റിരിക്കട്ടെ. എണീറ്റ് നിൽക്കാൻ പറ്റുന്നവരൊക്കെ എണീറ്റ് നിന്നോ. ഈ ആക്ഷൻ സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പാട്ട് ആദ്യം പാടിത്തരും, നിങ്ങൾ ആദ്യം പാട്ട് പഠിക്ക്, എന്നിട്ട് നമുക്ക് ആക്ഷൻ പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? സെറ്റ് അല്ലേ? ഓക്കെ, പാട്ട് ഇതാണ്. ഒരു ഹിന്ദി സോങ് ആണ്. ഹിന്ദി ഇഷ്ടമാണ് എല്ലാവർക്കും? ഹിന്ദി ഇഷ്ടമാണ് എല്ലാവർക്കും? ഇഷ്ടമാണ്. ഓക്കെ, ഹിന്ദി ഫാൻസിനാണ് ഈ ഒരു പാട്ട് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാം. സോ വളരെ ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോ. പാട്ട് ഇതാണ്. ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി. ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി. बैलगाड़ी बैलगाड़ी यीशु चलाता है जीवन की गाड़ी. यीशु चलाता है जीवन की गाड़ी. ഇത്രേ ഉള്ളൂ സംഭവം. ഭയങ്കര ചെറുതാ, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആക്ഷൻ സോങ്ങാ. റെഡി അല്ലേ എല്ലാവരും ആക്ഷൻ പഠിക്കാൻ? ഇനി റെഡിയാണോ? ഗൈസ്? റെഡിയാണ്. ഓക്കെ. ആക്ഷൻ ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മള് സൈക്കിളിന്റെ ഇത് പിടിക്കില്ലേ, മറ്റേ ഹാൻഡില്, അത് പിടിക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ട്രിങ് 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 സൈക്കിൾ ഗാഡി, ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി. ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി. സൈക്കിൾ ഗാഡി എന്ന് പറയുമ്പോൾ നമ്മള് സൈക്കിൾ പിടിക്കുന്ന പോലെ, മോട്ടോർ ഗാഡി എന്ന് പറയുമ്പോൾ നമ്മള് ഈ അറിയാലോ, കാറൊക്കെ പിടിക്കുന്ന പോലെ. ഓക്കെ, ഇനി അടുത്തതാണ് ബേൽഗാഡി. ബേൽഗാഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാളവണ്ടി. ബേൽഗാഡി ബേൽഗാഡി ബേൽഗാഡി. യേശു ചലാത്താ ഹെ ജീവൻ കി ഗാഡി. യേശു ചലാത്താ ഹെ ജീവൻ കി ഗാഡി. ഈ പാട്ടിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം നമ്മൾ കുറെ വണ്ടികൾ പറഞ്ഞു. സൈക്കിള്, മോട്ടോർ സൈക്കിള്, കാളവണ്ടി. നമ്മുടെ ജീവിതമാകുന്ന ഈ വണ്ടിയെ ഓടിക്കണത് ആരായിരിക്കണം? ഈശോ അല്ലേ? നമ്മുടെ ജീവിതമാകുന്ന വണ്ടിയെ ഓടിക്കുന്നത് ആരാണ്? ഈശപ്പയാണ്. അത് ആരുടെ കയ്യിൽ പോവാൻ പാടില്ല? ആ വണ്ടി സാത്താന്റെ കയ്യിൽ പോവാൻ പാടില്ല. അപ്പൊ നമുക്ക് ആക്ഷനും കൂടെ ഒരുമിച്ച് കളിക്കാം. എല്ലാവരും വീഡിയോ ഓണാക്കി എണീറ്റ് നിന്ന് കളിച്ചോ എന്റെ ഒപ്പം. റെഡി അല്ലേ? എണീറ്റ് നിന്ന് കളിച്ചോ. ഓക്കെ, കൈ പിടിച്ചോ. ഓക്കെ. ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി. ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി. बैलगाड़ी बैलगाड़ी यीशु चलाता है जीवन की गाड़ी. यीशु चलाता है जीवन की गाड़ी.
കളിച്ചില്ല എല്ലാവരും? ഒരു പ്രാവശ്യം കൂടെ കളിക്കണോ? ലാസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ കളിക്കാം. ലാസ്റ്റ് ആയി കളിക്കാം. ഓക്കെ ഓക്കെ. ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി ട്രിങ് 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 സൈക്കിൾ ഗാഡി പോം 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 മോട്ടോർ ഗാഡി बैलगाड़ी बैलगाड़ी यीशु चलाता है जीवन की गाड़ी यीशु चलाता है जीवन की गाड़ी ഓക്കെ അടിപൊളി 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 എല്ലാവരും ക്ലാപ്പ് ചെയ്തോ ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു സംഭവം ഈ ഒരു ക്ലാസ് ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കാൻ കുറെ പേര് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അവരെ കേട്ടാലോ എല്ലാവരും റെഡി അല്ലേ എല്ലാവരും ഓക്കെ നിങ്ങളോട് സംസാരിക്കാൻ പോണേ അപ്പോ ഷീബാനി നിങ്ങളുടെ അടുത്ത് സംസാരിക്കും ഓക്കെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു അല്ലേ എന്തൊക്കെയാ പറഞ്ഞു തന്നത് അതൊരു ഗെയിമിലൂടെ പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കണ്ടെന്ന് അല്ലേ ആക്ഷൻ സോങ് ഇഷ്ടപ്പെട്ടോ ഓക്കെ വെരി ഗുഡ് നല്ല പിള്ളേരാണ് ഇന്ന് കാലാവസ്ഥ ചില പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര മഴയും ഇടിമിന്നലും ഒക്കെ ഇടിവെട്ടും ഒക്കെ ആയതുകൊണ്ട് കുറെ പേരൊക്കെ കേറാതെ ഉണ്ട് നമ്മൾ അവരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കാം നമുക്കപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും നന്നായി നല്ല നട്ടലൊക്കെ നിവർത്തി വളരെ സന്തോഷത്തോടു കൂടി നല്ല എനർജറ്റിക് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്നെ കേൾക്കാവോ എല്ലാവർക്കും കേൾക്കാവുന്നവർ തമ്പൊന്ന് കാണിച്ചാൽ മതി ഇങ്ങനെ ഓക്കെ വെരി ഗുഡ് എല്ലാവർക്കും കേൾക്കാം അപ്പം ഇന്ന് നമ്മള് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവം എങ്ങനെ നമുക്ക് അത് ദുഷിച്ചതാകുന്നത് എങ്ങനെ അല്ലെങ്കിൽ വിശുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഒരു വചനം നമ്മൾ ഇന്ന് ബൈഹാർട്ടാക്കാൻ പോവാണ് അപ്പം അത് ഏത് വചനമാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാവാണ് ഒരു അവയവമാണ് നാവ് അല്ലെ ആ നാവിനെ നമുക്ക് നല്ലത് പറയാനും ചീത്തത് പറയാനും ഒക്കെ ഉപയോഗിക്കും നമ്മളല്ലേ അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വചനം ഇതാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ എല്ലാവരെയും എനിക്ക് കാണാം പറ്റുന്നവരെല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക ശ്രദ്ധാപൂർവം അപ്പൊ വചനം പഠിക്കാൻ പോവാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഇതാണ് ജ്ഞാനത്തിന്റെ പുസ്തകം ജ്ഞാനം വിസ്ഡം ചാപ്റ്റർ 1:11 കേട്ടോ ചാപ്റ്റർ 1:11 ഒരു ചെറിയൊരു സെന്റൻസ് ആണ് നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്താണ് പറഞ്ഞത് നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജ്ഞാനം 1:11 ആക്ഷൻ ഒന്ന് ചെയ്തേ ജ്ഞാനം 1:11 ഇങ്ങനെ 2 പോലെ 2:1 നമ്മൾ എഴുതുന്നേ അപ്പൊ നമ്മൾ വചനം ബൈഹാർട്ടാക്കാൻ പറ്റില്ല എന്താ പറഞ്ഞത് നമ്മൾ വചനം നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്തോ പറയുന്നേ നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ആക്ഷൻ പഠിച്ചോ ഏതാ നമ്മൾ വചനം പഠിച്ചത് പെട്ടെന്ന് പറയാവുന്ന ഒരാൾ പറഞ്ഞേ ജ്ഞാനം 1:9 നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ത് പറയുന്ന നാവ് ജ്ഞാനം 1:11 എല്ലാവരും പെട്ടെന്ന് ഇനി നിങ്ങൾ കേട്ടോണേ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ വചനം പഠിച്ചു കഴിഞ്ഞു ഇത് ഈ നാവിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ദൈവം സൃഷ്ടിച്ച എത്ര മനോഹരമായിട്ടാണ് അല്ലെ നാവിനെ സൃഷ്ടിച്ചത് നാവിന് നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്താ പറയുന്നത് വിലക്കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ 15-ാം അധ്യായത്തിൽ 9-ാം വാക്കിൽ അങ്ങനെ പറയുന്നത് അപ്പൊ ആരുടെ വചനം സദ്വചനങ്ങൾ പറഞ്ഞാൽ വിലകെട്ടവ പറയാതെ നല്ല വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നമ്മള് ദൈവത്തിന്റെ നാവ് പോലെയാകും അപ്പൊ നുണ പറയുന്ന നാവ് എങ്ങനെയാണ് നമുക്ക്
ഇനിയിപ്പോ നമുക്ക് സ്കൂൾ തുറക്കാൻ പോവാണ് അല്ലെ, മക്കൾക്ക് എല്ലാവർക്കും സ്കൂൾ തുറക്കാൻ പോവാന്ന്. വിദ്യാർത്ഥികളായിരിക്കെ നമ്മള് ആർക്കും ദ്രോഹമില്ലാത്ത, നിങ്ങൾ വലിയ വലിയ നുണകൾ പറയുന്ന പിള്ളേരൊന്നും അല്ല, നല്ല പിള്ളേരാണ്. പക്ഷെ ജീവിത സാഹചര്യത്തിനിടയിൽ കുഞ്ഞു ശ്രദ്ധിച്ചു നോക്കാം നമുക്ക് എവിടെയൊക്കെയാണ്. ഈ നാവിനെ ദൈവം പൂട്ടി വെക്കാനായിട്ട് തന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് പല്ലും ചുണ്ടും. എന്തൊക്കെയാ തന്നിരിക്കുന്നത് പൂട്ടി വെക്കാൻ? നിങ്ങളൊന്ന് നോക്കിക്കണം. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾ ആദ്യം പല്ല് കടിക്കണം. പല്ലൊന്ന് കടിച്ചേ, ഇങ്ങനെ പല്ലൊന്ന് കടിച്ചു പിടിച്ച് എല്ലാവരും. എന്നിട്ട് ചുണ്ടൊന്ന് അടുപ്പിച്ചേ. എന്നിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. ചുണ്ടടിപ്പിച്ചേ, ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കിയേ. പറ്റത്തില്ല അല്ലെ? അപ്പൊ നമുക്ക് പൂട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ്? പല്ലും നാവും നാവിന് പൂട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന പല്ലും ചുണ്ടും പൂട്ടിയിട്ടാണ് അല്ലെ? നമുക്ക് എല്ലാത്തരം, നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ട് അല്ലെ? പൂച്ച, പട്ടി, അല്ലെങ്കിൽ കുഞ്ഞു കിളികള്, പ്രാവിനെ വളർന്നുണ്ടായിരിക്കും, പെറ്റ്സ് ഉണ്ട്. ഈ പെറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇണക്കി ചേർക്കാൻ പറ്റും. പക്ഷെ മനുഷ്യർക്ക് എല്ലാത്തിനും ഇണക്കി ചേർക്കാൻ പറ്റും. ചില കാര്യങ്ങൾക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താണ്? ഈ നാവാണ്. ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പം അതിന് പൂട്ട് ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ നുണകളൊക്കെ നുണ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. നമുക്ക് നുണകൾ മാറ്റി സുഹൃതമഴ പെയ്യിക്കുന്ന ഒരു മഴവില്ലാക്കി നമുക്ക് മാറ്റാം. ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? സുഹൃതമഴ പെയ്യിക്കുന്ന ഒരു മഴവില്ലാക്കി നമ്മുടെ നാവിനെ നമ്മൾ തീർക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും നുണ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമുള്ള, നിങ്ങൾ എങ്ങനെയാ, നിങ്ങൾ ചിലരൊക്കെ ഒട്ടും നുണ പറയാത്ത, നല്ല പഠിക്കുന്ന, ഒരു നുണയും പറയാത്ത പിള്ളേരായിരിക്കും എങ്കിൽ വെരി ഗുഡ്. ദൈവം നിങ്ങളെ യേശുവിന്റെ സ്വന്തം കുട്ടികളായിട്ട് വളർന്നു. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നുണ പറയുമ്പം നിങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നുണ പറയാതിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പം സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലൊക്കെ ചെന്ന് ചില ഫ്രണ്ട്സ് ഒക്കെ വളരെ വലിയ ടൂറൊക്കെ പോയി ചില കഥകൾ പറയും. അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് രസകരമാക്കാൻ കുഞ്ഞു അല്ലെ, ഒരു ഗമക്കൊക്കെ അങ്ങനെ ആർക്കും ദോഷമില്ലാത്ത നുണകൾ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കും. അതുപോലെ തന്നെ ക്ലാസ് ജൂൺ സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചില ഹോംവർക്കുകളോ ഒരു ടെസ്റ്റ് പേപ്പറൊക്കെ തരുമ്പോൾ നമ്മുടെ മറവി കൊണ്ട് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. എന്നിട്ട് പിറ്റേ ദിവസം തന്നിട്ട് എനിക്ക് തലവേദനയായിരുന്നു, ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു, വയ്യായിരുന്നു മിസ്സേ എന്നൊക്കെ നമ്മൾ ആർക്കും ദ്രോഹമില്ലാത്ത ആ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പറയത്തില്ല കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പിള്ളേർ ചിലപ്പോൾ നല്ലവരായിരിക്കും, എന്നാലും നിങ്ങൾ ഓർക്കണം, നമ്മൾ നുണ പറയുന്ന ഭാഗങ്ങളുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ നമ്മുടെ വീട്ടില് പാരന്റ്സ് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനല്ല ഇത് ചെയ്തത്, അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പറയല്ലേ, അല്ല ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറയും. കുറെ പ്രാവശ്യം 2-3 അടിയും കിട്ടിക്കഴിഞ്ഞിട്ട് അടി എല്ലാം മേടിച്ചു കഴിഞ്ഞിട്ട് അവസാനം സത്യം പറയുകയും ചെയ്യും. പക്ഷെ നമ്മൾ നുണ പറയുമ്പോൾ നമ്മുടെ നാവിലൂടെ നുണ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന? ആത്മാവിനെ, നമ്മുടെ ഉള്ളിനെ മുഴുവൻ നശിപ്പിക്കുന്നു. അപ്പൊ ആ ഉറവ നമ്മള് ഉറവ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളത് രൂപപ്പെടുത്തി ചിന്തയിലേക്ക് കൊണ്ടുവന്ന് നാവിലൂടെ പുറപ്പെടുവിക്കുമ്പം എന്നേക്കുമായിട്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ ഉള്ള് നമ്മൾ അശുദ്ധമാക്കുകയാണ്. ആത്മാവിനെ, നമ്മുടെ ജീവനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കേണ്ട ഇത്രയേ ഉള്ളൂ. സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലെ ചില കാര്യങ്ങൾ പറയും, നുണ ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ നശിച്ച് നുണ പറയുമ്പോൾ, നുണ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പറയുന്നതിന് നമുക്ക് ഒരു കളർ എടുക്കാം, കറുപ്പ്. നിങ്ങളുടെ ഹൃദയം, നിങ്ങൾ കള്ളം പറയാത്ത പിള്ളേർ എന്നൊക്കെ ഒരു ഗ്ലാസ് കണ്ടോ? ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടോ? നമുക്ക് കാണാവോ? ഞാൻ എല്ലാരും കണ്ടോ? ഇത് ഒരു നുണയും ഒരു തമാശയ്ക്ക് പോലും ആർക്കും ദ്രോഹമില്ലാത്തതെന്ന ദ്രോഹമുള്ളതുമായ നുണകളൊന്നും പറയാത്ത ഒരു കുഞ്ഞിന്റെ ഉള്ളിതാ ഇതുപോലെ സ്ഫടികം പോലെ ഇരിക്കും, കണ്ടോ? വളരെ ക്ലിയർ ആയിട്ട് ഇരിക്കും. അപ്പൊ അവൻ വളരെ കള്ളമൊന്നും പറയാത്ത ഒരു കുഞ്ഞായിരുന്നേ, വളരെ ഈശോയുടെ നല്ല മിടുക്കി കുഞ്ഞായിട്ടാണ് വളർന്നു വരുന്നത്. നെയിലും ആൻഡ്രിയയും ജിയന മരിയയും റെനി റെക്സും അല്ലാതെ ഓരോരുത്തർ ഡാനിയലും ഒക്കെ ഇവരിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള ഈശോയുടെ സ്വന്തം കുഞ്ഞുങ്ങളാണെന്ന് വിചാരിക്കും.
നമുക്ക് സ്കൂളൊക്കെ തുറക്കാറെ നമ്മളെ ചിലപ്പോ വീട്ടിൽ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ലൈഫ് എങ്ങനെയാകും ഞാൻ നോക്കാം. നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ കറുപ്പ് കേട്ടോ പാപം ഇങ്ങനെ അടുത്തേക്ക് വരുക. നമ്മൾ നുണ പറയുന്ന നാവിലൂടെ നമ്മൾ നുണ പറയാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മള് ഉള്ളിൽ ആഗ്രഹമില്ല എങ്കിൽ പോലും നമ്മുടെ മുന്നില് പാരന്റ്സ് നമ്മള് ഇന്ന ഒരാള് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ മിച്ചം കൊണ്ടക്കളഞ്ഞു. അപ്പൊ അത് അമ്മ കളഞ്ഞെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്മ കാണാതെ വേസ്റ്റിൽ കൊണ്ടേയിട്ട് അപ്പൊ അമ്മ വന്ന് വെച്ച്, നീ ഇന്ന് വേസ്റ്റ് ആക്കിയടോ മോനെ ഭക്ഷണം, ആൻ മേരിയ വേസ്റ്റ് ആക്കിയോ എന്ന് ചോദിക്കുമ്പോ പറയുവാണ്, ഇല്ലമ്മ ഞാൻ മൊത്തം ഇല്ല അമ്മ ഞാൻ മൊത്തം കഴിച്ചു. അപ്പൊ ഒരു കള്ളം പറഞ്ഞപ്പോ ഇതാ നോക്കിയേ, നമ്മുടെ ഹൃദയം ഒരഴുക്കിലേക്ക് ചെറുതായിട്ട് കണ്ടോ കളർ മാറുന്ന കണ്ടോ വെള്ളത്തിന്റെ കളർ പറ്റുന്നില്ല, ഞാൻ കാണിക്കാം. ഉണ്ടോ കണ്ടോ? ഇച്ചിരി അഴുക്ക് പിടിച്ചല്ലേ? അപ്പൊ നിങ്ങൾ ഒരു നുണ പറഞ്ഞപ്പം നിങ്ങളുടെ ഹൃദയത്തില് ഇതുപോലെ കുറച്ച് അഴുക്ക് പിടിച്ചു. അപ്പോഴാണ് സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾ ചെല്ലുക. ഹോംവർക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. കറണ്ട് ഇല്ലായിരുന്നു, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. ചിലർ പറയും മിസ്സേ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. മിസ്സേ എനിക്ക് വയറുവേദനയായിരുന്നു, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. ഞാൻ പാരന്റ്സിന്റെ കൂടെ യാത്ര പോയിരിക്കുവായിരുന്നു, ഹോംവർക്ക് ചെയ്തില്ല. അങ്ങനെ നിരവധിയായ നാവ് കൊണ്ട് നുണകൾ പറഞ്ഞ് അവസാനം നമ്മുടെ ഹൃദയം എന്തായി മാറി? ആത്മാവ് എന്തായി മാറി? കറുത്ത് ഇരുണ്ട് നശിച്ച് അല്ലേ? എന്താ പറഞ്ഞ? നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിച്ചു. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മളെ നശിപ്പിച്ച? കുഞ്ഞു നുണകൾ പറഞ്ഞ് നമ്മൾ നശിപ്പിച്ചെടുത്തു നമ്മുടെ നാവിനെ. അപ്പൊ നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്ന എത്രയാമത്തെ ഏത് ചാപ്റ്ററാണ്? ജ്ഞാനം 1-ാമത്തെ ചാപ്റ്റർ 11-ാമത്തെ വാക്ക്. ഇതുപോലെ എന്റെ മക്കൾ ആരും നുണ പറയാനായിട്ടല്ല ഈശോ ഈ ഭൂമിയിലേക്ക് തന്നിരിക്കുന്നു. ഉറപ്പുണ്ടോ? നുണ പറയാനാണോ? നുണ പറഞ്ഞും വിലകെട്ടോ പറഞ്ഞും വ്യർത്ഥമായ കാര്യങ്ങളും പറഞ്ഞ് പഠിക്കേണ്ട സമയത്ത് പോയി ഇരുന്ന് വേറെ വ്യർത്ഥമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ ഇതുപോലെ അശുദ്ധമാക്കി മാറ്റുന്നു. തയ്യാറാണോ നിങ്ങളിങ്ങനെ അശുദ്ധമാക്കാൻ? അല്ല, എന്റെ മക്കള് നല്ല കുട്ടികളല്ലേ? അപ്പൊ ഇങ്ങനെ അശുദ്ധമായപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശുദ്ധമാക്കി എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എവിടെ പോണം? കള്ളം ഒന്ന് നമ്മൾ തീരുമാനം എടുക്കണം, ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ നുണ പറയില്ല. ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ സത്യത്തെ മറന്ന് നുണ പറയില്ല. ഒന്നടി ചിലപ്പോ ടീച്ചറിന്റെ അടി കിട്ടുമായിരിക്കും, ഹോംവർക്ക് ചെയ്യാൻ. ടീച്ചറെ ഞാൻ മറന്നുപോയി, ഞാൻ ചെയ്തിട്ടില്ല. അത് സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. അപ്പം ഇതുപോലെ അശുദ്ധമാകില്ല. അപ്പം സത്യം പറയാവുന്ന തീരുമാനമെടുക്കുക. നിങ്ങൾ പഠിക്കുന്നിടത്തും നിങ്ങളുടെ വീട്ടുകളിലുമൊക്കെ ഈ നിങ്ങൾ കാണുന്നിടത്തും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന വാക്യം എഴുതി വെട്ട്. ജ്ഞാനം 1:11 എഴുതി നിങ്ങൾ വെക്കണം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ തയ്യാറാണോ? ഇല്ല, തയ്യാറല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെയുള്ള അഴുക്കുകൾ സ്കൂള് തുറക്കുന്ന മുമ്പ് ഈ വീക്കിൽ തന്നെ പോയി നിങ്ങൾ ആദ്യം എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് കുർബാനയ്ക്കൊക്കെ പോകുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുർബാനയ്ക്ക് പോയി അച്ഛനെ കണ്ട് കുമ്പസാരിക്കണം. റെഡിയാണോ? ഈ അശുദ്ധി എല്ലാം മാറാനായിട്ടുള്ള ഏക മാർഗം എന്താണ്? നന്നായി എല്ലാം ഏറ്റു പറഞ്ഞ് കുഞ്ഞു നുണകൾ പറഞ്ഞതെല്ലാം ഏറ്റു പറഞ്ഞ് വിലകെട്ടോ പറഞ്ഞത്, സമയം പാഴാക്കിയതിനെ, അങ്ങനെ ചെയ്തു പോയ എല്ലാ കറുപ്പുകളെയും ഇല്ലാണ്ടാക്കാൻ നമ്മള് വികാരിയച്ഛനെ കണ്ട് നാളെ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ സ്വസ്ഥമായിരുന്ന് കിടക്കുന്നതിന് മുമ്പ് സ്വസ്ഥമായിരുന്ന് എന്നിലെ നുണകൾ എന്തൊക്കെയാണെന്നൊന്ന്, ഞാൻ എന്തൊക്കെ നുണകളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എഴുതി വെച്ച്
വിലകെട്ടോ പറഞ്ഞ സമയം, അലസമാക്കിയ സമയങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഇരുന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ ബെഡ്റൂമിൽ കിടക്കുന്ന മുമ്പ് എഴുതി വെച്ചിട്ട് ഈ സാറ്റർഡേക്കുള്ളില് നിങ്ങൾ കുമ്പസാരിക്കണം. ആ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഈ കാണുന്ന കളർ മാറി നിങ്ങളും വീണ്ടും ഈശോയുടെ മക്കളായി മാറും. കണ്ടോ? ഈശോയുടെ കുമ്പസാരിച്ചിട്ട് വന്ന ഒരു കുഞ്ഞിന്റെ വിശുദ്ധ കുർബാന കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്ന കുഞ്ഞിന്റെ ഹൃദയം ആത്മാവും എപ്രകാരം ഇരിക്കും? വീണ്ടും എങ്ങനെ ഇരിക്കും? അപ്പൊ ഇങ്ങനെ ആവണ്ടേ? ആവണോ? നിങ്ങളെല്ലാം നല്ല ഇങ്ങനെ തന്നെ ഇരിക്കുന്ന നുണ പറയാത്ത പിള്ളേരാ അല്ലേ? കുഞ്ഞു കുഞ്ഞു പോലും നുണകൾ പറയാത്ത പിള്ളേരാ. നുണ പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും ഇതിന് ശേഷവും ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒരു നല്ല ഉറച്ച തീരുമാനം എടുക്കണം. ഇനി എന്റെ ജീവിതത്തിൽ നുണകൾക്ക് സ്ഥാനമില്ല. ഞാൻ എപ്പോഴും ഈശോയുടെ പ്യുവർ ആയിട്ടുള്ള നല്ലൊരു സോളായി, നല്ലൊരു ആത്മാവായി ഞാൻ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കാൻ തീരുമാനം. റെഡിയാണോ? റെഡിയാണോ മക്കളെ? സന്തോഷം. ഓക്കെ, അപ്പൊ വെരി ഗുഡ്. അപ്പൊ ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്താണ്? നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം നമുക്ക് മാറ്റി ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള മക്കളായിട്ട് മാറാനായിട്ട് ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്കൂളിലും വീട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലും എവിടെ പോയാലും നുണ പറയാത്ത ഒരു പുത്തൻ തലമുറ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചുറ്റുപാടും രൂപപ്പെടാൻ ഇടവരട്ടെ. നുണ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും നമ്മളിത് പറഞ്ഞ് തിരുത്തി കൊണ്ടുവരാനുള്ള ഒരു വിളിയും നിങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ ഈ വചനം പഠിക്കുക. നമ്മൾ പഠിക്കുന്നിടത്തും നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലത്തും നമുക്ക് പറ്റാവുന്നിടത്തെല്ലാം ഡെക്കറേറ്റ് ചെയ്ത്, നല്ല കാർഡിൽ ഡെക്കറേറ്റ് ചെയ്ത് ഈ വചനം എഴുതി വെക്കുക. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് നുണ പറയും. ഇപ്പൊ അമ്മ അടുത്തുനിന്ന് ഒരു നുണ പറയുമ്പോൾ അടി കിട്ടുകയല്ലായിരിക്കും. പക്ഷെ നുണ പറഞ്ഞു എന്ന് ചെയ്ത തെറ്റേറ്റ് പറഞ്ഞാൽ കുറെ കൂടെ പാരന്റ്സ് സന്തോഷമാകും. അപ്പം ഇതുപോലെ തെളിമയുള്ള കുഞ്ഞായി എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ അപ്രകാരം നിങ്ങളുടെ ജീവിതം ഈ ആഴ്ച മുതൽ, ഈ ദിവസം മുതൽ, ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനത്തെ മക്കളായി തീരട്ടെ. ഇതുവരെ ഉള്ളതെല്ലാം കടന്നുപോയി ഇത് കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഏറ്റവും വിശുദ്ധരായ മക്കളായി മാറും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലത് മാത്രം പറഞ്ഞ് സത്യം മാത്രം പറയുന്ന, സുഹൃത മഴ പെയ്ക്കുന്ന നല്ല നാവിന്റെ ഉടമകളായി തീരട്ടെ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഞാൻ മാത്രമല്ല, കെയറോസ് ടീമിലെ എല്ലാവരും നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ഓർക്കും. ഈ ആഴ്ച കുമ്പസാരിക്കാനുള്ള നല്ല തീരുമാനമെടുക്കുക. എപ്പോഴും ഏറ്റു പറയാൻ, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കാൻ കർത്താവെ, നുണ പറയാനുള്ള അവസരങ്ങൾ എന്നിൽ നിന്ന് ഒഴിവാക്കി തരണമേ, അങ്ങനെയുള്ള നുണ പറയുന്ന സാഹചര്യങ്ങൾ എന്നിൽ ഒഴിവാക്കി തരണേ എന്നൊക്കെയുള്ള സുഹൃത മഴകൾ പെയ്ച്ച നാവ് എന്താക്കി മാറ്റണം? ഒരു റെയിൻബോ പോലെ ആക്കി മാറ്റണം. റെഡിയാണോ? റെഡിയാണോ? പറയാത്ത മക്കളാണ് നിങ്ങൾ എല്ലാവരും. ഇനി എന്തെങ്കിലും അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മുടെ മുഴുവൻ ശരീരത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നമുക്ക് ബ്ലസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. നോക്കട്ടെ, അച്ഛൻ മനോജ് അച്ഛൻ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. മനോജ് അച്ഛൻ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്ന മനോജ് അച്ഛന് മഴയാണ് എന്നോ. അപ്പൊ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഒരുക്കാം. എല്ലാവരും നന്നായിട്ട് നേരെ നിവർന്നിരുന്ന്, ഓരോരുത്തരുടെയും മുഖം കാണുമ്പോഴേ നിങ്ങൾ എത്ര ക്ലിയർ ആയിട്ടുള്ള പിള്ളേരാന്ന് ഞാൻ ഓർക്കും. ഒരു കുസൃതിയും കാണിക്കാത്ത, പാവമൊന്നും ചെയ്യാത്ത, നുണ പറയാത്ത ഈശോയുടെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുഞ്ഞാണ്. സ്കൂള് തുറക്കുമ്പോൾ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ചാത്താൻ കൊണ്ടുവന്നാൽ ബോധപൂർവ്വം ഒരു അടി കൊണ്ടിട്ട് ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും നമ്മുടെ റിലേറ്റീവ്സിനോടും ആരോടും പാരന്റ്സിനോടൊന്നും നമ്മള് നുണ പറയുന്ന മക്കളായി മാറരുത്. നുണ പറയാത്ത, സുഹൃത മഴ പെയ്യിക്കുന്ന മഴവില്ല് പോലെ ആയി നിങ്ങളുടെ നാവ് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും കൈകുപ്പിക്കേ മക്കളെ. ഇങ്ങനെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നിങ്ങള് മൈക്ക് മ്യൂട്ടായി തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നാവ്
തുറന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ കേൾക്കത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ചൊല്ലണം. 1. സ്നേഹവനായ നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിച്ച് ഞങ്ങൾ ആ വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജ്ഞാനം 1:11 നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നുണ പറയാത്ത ണമേ. കേട്ടോ പറയാതെ സത്വചനങ്ങൾ ഉച്ചരിക്കുന്ന നാവ് പോലെ ആകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഒന്ന് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ അങ്ങയുടെ ആഹാരം നൽകണമേ. ഞങ്ങളെ തെറ്റിനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഉന്മയിൽ നിന്നും ഞങ്ങൾ ശക്തിയും ആമേൻ. ആമേൻ. എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് പലർക്കും കാറ്റും ഇടിവെട്ടും മിന്നൽ നമ്മുടെ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കൊണ്ടാണ്. അപ്പം അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത സ്കൂൾ തുറക്കുന്ന മുമ്പ് നിങ്ങൾ തന്നെ കുമ്പസാരിച്ച് നുണ പറയാത്ത സുഹൃതമഴ പെയ്യ്ക്കുന്ന മഴവില്ല് പോലത്തെ നാവുള്ള മക്കളായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. അച്ഛൻ വന്നില്ല, അതുകൊണ്ട് കുറച്ച് പിള്ളേരെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് പഠിച്ച പാട്ടും വചനവും പിന്നെ കുമ്പസാരിക്കാനും നിങ്ങൾ ഇന്ന് ഒരുങ്ങി തയ്യാറായി വേണം, നന്നായി ഒരുങ്ങിയിട്ട് വേണം നിങ്ങൾ കിടക്കാൻ. ആർ യു റെഡി? അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഞാൻ നിർത്താൻ ഒരുങ്ങിയതാ. അപ്പൊ നമ്മുടെ മനോജ് അച്ഛൻ വന്നു. ഞാൻ ഓർത്ത് 50 മനോജ് അച്ഛനെ കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അച്ഛൻ വരത്തില്ലായിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തിയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള അച്ഛ. ഞങ്ങൾ ഇന്ന് വചനം പഠിച്ചത് ജ്ഞാനം 1:11 നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. അപ്പൊ ഇവര് സുഹൃതമാണ് മഴവില്ല് പോലുള്ള നാവുള്ള കുഞ്ഞുങ്ങളാ. ഇവരാരും കള്ളം പറയാത്ത നല്ല കുഞ്ഞുങ്ങളാ. പക്ഷെ എപ്പോഴൊക്കെയോ ചെറിയ ആർക്കും ദ്രോഹമില്ലാത്ത ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേസ്റ്റ് ആക്കിയിട്ട് അമ്മ കാണാതെ കളഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധീകരിക്കാനായിട്ട് കുമ്പസാരിക്കാൻ ഒരുങ്ങാനായിട്ട് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. അതായത് ഇവരുടെ ഇനി അധ്യയന വർഷം കടക്കുമ്പം സുഹൃത മഴ പെയ്യ്ക്കുന്ന നല്ല മഴവില്ല് പോലത്തെ നാവുള്ള മക്കളായി തീരട്ടെ എന്നതാണ് ഞങ്ങൾ. നുണ പറയാത്ത പിള്ളേരായിട്ട് ഇവർ തീരുമാനം എടുത്തിട്ടുണ്ട്. കുമ്പസാരിക്കാൻ റെഡിയായിട്ടുണ്ട്. മനോജച്ചൻ കുറച്ച് കാര്യങ്ങളോടെ ഇവരോട് സംസാരിച്ച് ഒന്നുകൂടെ, കാരണം പൗരോഹിത്യത്തിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ മനോജച്ചന്റെ ബ്ലെസ്സിങ്. അച്ഛനാണെങ്കിൽ റെസ്റ്റിലുമാണ്. ഒരു ചെറിയ കുഞ്ഞൊരു ആക്സിഡന്റ് ഒക്കെ നടന്നു. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ അച്ഛാ? റെസ്റ്റിലാണ്. എന്നിട്ടും ഈശോയോടുള്ള ഈശോയുടെ ആ ഒരു കടമ, അതായത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അച്ഛന്റെ സാക്ഷിയൊക്കെ ഞാൻ കേട്ട് വണ്ടടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കേൾക്കാനായിട്ട് ആദ്യത്തെ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ അച്ഛനും അച്ഛന്റെ ഫൈനൽ ബ്ലെസ്സിങ്ങും ഒക്കെ വാങ്ങിച്ച് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ മനോജ് അച്ഛൻ്റെക്ക്. ഹലോ, ഹായ് അച്ഛാ. സുഖാണ് എല്ലാവർക്കും? സുഖാണ്. എന്നിട്ട് നിങ്ങളൊക്കെ വിശുദ്ധരാകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുവാണല്ലേ? നല്ല തെളിഞ്ഞ മുഖവും
തെളിഞ്ഞ മനസ്സൊക്കെ ആയിട്ട് ഒരു മാലാഖമാരെ പോലെ ഈശോ അടുത്തിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണല്ലോ എല്ലാവരും. ആണോ? കുമ്പസാരിച്ച് കുർബാനയ്ക്ക് സ്വീകരിച്ച് ഈശോയൊക്കെ സ്വീകരിച്ച് ഒരുങ്ങി അല്ലെ കുഞ്ഞു മാലാഖമാരായിട്ട് റെഡിയായിട്ട് നിൽക്കണോ? ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് കുഞ്ഞൊരു പാട്ട് നമുക്ക് ഒരു ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിങ്ങളല്ലേ പഠിപ്പിച്ചേ? ആണോ? ഈശോയൊക്കെ സ്വീകരിക്കുമ്പോൾ നമുക്ക് സാത്താനെ അത് തന്നെ സാത്താനെ നമുക്ക് കളഞ്ഞിട്ട് ഈശോയെ സ്വീകരിച്ച് ഈശോയെ പോലെ ആകണം. റെഡിയല്ലേ? അതൊരു ചെറിയൊരു പാട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്, ഞാൻ പഠിപ്പിച്ചാൽ തോന്നുന്നു. അതിങ്ങനെയാണ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പിടിച്ചേ, കൈ ഒന്ന് ഇങ്ങനെ പിടിച്ചേ. നമ്മള് സാത്താനെ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ചെറിയൊരു പാട്ട് അതിങ്ങനെയാണ്. ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിന്നെ എനിക്ക് വേണ്ടാലു. എല്ലാവരും പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഒരുമിച്ച് പാടാം. ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിന്നെ എനിക്ക് വേണ്ടാലു, സുന്ദരനാമൻ യേശുവുള്ളപ്പോൾ, സുന്ദരനാമൻ യേശുവുള്ളപ്പോൾ നിന്നെ എനിക്ക് വേണ്ടാലു, നിന്നെ എനിക്ക് വേണ്ടാലു. ഒന്നുകൂടി കളിക്കാം. ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിന്നെ എനിക്ക് വേണ്ടാലു, ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിന്നെ എനിക്ക് വേണ്ടാലു, സുന്ദരനാമൻ യേശുവുള്ളപ്പോൾ, സുന്ദരനാമൻ യേശുവുള്ളപ്പോൾ നിന്നെ എനിക്ക് വേണ്ടാലു, നിന്നെ എനിക്ക് വേണ്ടാലു. പഠിച്ചോ? എല്ലാരും പഠിച്ചോ? ഒന്നുകൂടി കളിച്ചാലോ? ഒരാഴ്ച കൂടി നമുക്കൊന്ന് കളിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ഓക്കെ, റെഡി? ഉണ്ടക്കണ്ണ് റെഡി? നിങ്ങൾ വിളിച്ച് ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിന്നെ എനിക്ക് വേണ്ടാലോ, ഉണ്ടക്കണ്ണുള്ള സാത്താനെ നിന്നെ എനിക്ക് വേണ്ടാലോ, സുന്ദരനാമൻ യേശുവുള്ളപ്പോൾ, സുന്ദരനാമൻ യേശുവുള്ളപ്പോൾ നിന്നെ എനിക്ക് വേണ്ടാലോ, നിന്നെ എനിക്ക് വേണ്ടാലോ. നിങ്ങൾക്ക് ആരെ വേണ്ടാത്തത്? ഉണ്ടക്കണ്ണുള്ള സാത്താനെ വേണ്ട, പിന്നെ ആരെ വേണ്ടേ? സുന്ദരനായൊരു യേശുവിനെ. എങ്ങനെയാ ഈശോനെ സ്വീകരിക്കുക? നേരം ചേച്ചി എന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയാണ് ഈശോയെ പോലെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, ഈശോക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണണം, ഈശോക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കണം, ഈശോക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കണം. ഈശോ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളും ഈശോപ്പരാകും. ഇല്ലേ? അങ്ങനെയല്ലേ? ഒരിക്കല് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗ്രൗണ്ടില്, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരു അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മരിച്ചു പോകും എന്ന് കരുതുക, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? കളിച്ചോണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മരിച്ചു പോകും, അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ഈ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങള് ഓടിപ്പോയി പപ്പയും മമ്മയും കെട്ടിപ്പിടിച്ചിരിക്കും. കുറെ പേര് പറഞ്ഞു ഞങ്ങള് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, കുറെ പേര് ഞങ്ങൾ ഇഷ്ടമുള്ള അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു കുട്ടി മാത്രം ഒന്നും മൈൻഡ് ചെയ്യാതെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക, ഒന്നും മൈൻഡ് ചെയ്യണില്ല, ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഈ അച്ഛൻ ദേഷ്യം വന്നു. അച്ഛൻ ചോദിച്ചു, എന്താ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലാന്നല്ലോ, നീ അത് എന്നെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ ഉത്തരം പറയാതെ എന്തേ നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്, കേൾക്കാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോ ഈ കുട്ടി പറഞ്ഞൊരു ഉത്തരമുണ്ട്. കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഇതിനെ ടെൻഷൻ അടിക്കുന്നേ, കാരണം ഞാൻ എന്റെ ഈശോയുടെ അടുത്ത് പോകാൻ വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുക, അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ
എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ ഈശോ പോലെ ആകാൻ, ഈശോയുടെ അടുത്ത് പോകാൻ, ഈശോക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആ കുട്ടി ആരാന്നറിയാവൂ? ആ ഈ കുട്ടിയാണ് ഡൊമിനിക് സാവിയോ. അച്ഛൻ ആരാന്നറിയാവൂ? ഡോൺ ബോസ്കോ. ശരിക്കും നമ്മൾ ഓക്കെ, ഡോൺ ബോസ്കോയും ഡൊമിനിക് സാവിയാണ് ആ കുട്ടിയും അച്ഛനും. നമ്മൾ എപ്പോഴും ഈശോയെ കാണാൻ, ഈശോയെ കേൾക്കാൻ നല്ല മക്കളായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ ഈശോക്ക് ഇഷ്ടമുള്ളത് കാണുക, ഈശോക്ക് ഇഷ്ടമുള്ളത് കേൾക്കുക, ഈശോക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കുക, അങ്ങനെ നമ്മളൊക്കെ വിശുദ്ധരായി മാലാഖമാരെ പോലെ ഈശോയെ പോലെയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന മക്കളായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കഥ പറഞ്ഞില്ലേ, ബട്ടർഫ്ലൈനെ പോലെ, മിന്നാമിനിങ്ങിനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഇങ്ങനെ പ്രകാശം പരത്തുന്നവരായിട്ട് മാറും. ഓക്കെ ഓക്കെ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എത്ര പേര് ഉറങ്ങുന്നതിന് മുമ്പ് കുരിശ് വരച്ച് കിടന്നുറങ്ങാറുണ്ട്? എത്ര പേര് എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരയ്ക്കാറുണ്ട്? ഓക്കെ, കുറെ പേര് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, കുരിശ് വരച്ചതിന് ശേഷം നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ? എത്ര പേര് ചെയ്യുന്നുണ്ട്? ഓക്കെ, കേട്ടോ, നിങ്ങളത് ശീലമാക്കി എടുക്കുക. അങ്ങനെ നിങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് മാറും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ച വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് സഹായിച്ച, പാട്ട് പഠിപ്പിച്ച, നമുക്ക് ക്ലാസ് എടുത്ത് സഹായിച്ച ഷിബി ചേച്ചിയും ബാക്കി എല്ലാവരെയും നമുക്കൊന്ന് ഓർക്കാം. എല്ലാവരും ഒന്ന് ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ നിറച്ച് എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, കൈക്കുപ്പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുക, കൈക്കുപ്പിടിക്കുക. ക്ലോസ് യുവർ ഐസ്. എവരിബഡി ക്ലോസ് യുവർ ഐസ്. ഈ സമയം നിങ്ങളുടെ പാരന്റ്സിനെ മനസ്സിലൊന്നും കാണുക, പാരന്റ്സിനെ മനസ്സിൽ കൊണ്ടുപോവുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മളെ സഹായിക്കുന്ന നമ്മുടെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട് നമ്മളെ സഹായിക്കുന്ന, നമ്മൾ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ട്, വിശുദ്ധിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് സ്നേഹവും സമാധാനവും ഒക്കെ പകർന്നു കൊടുത്ത് നല്ല മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കുദാശകൾ ചേർന്ന് നിൽക്കാനും കുമ്പസാരം കുർബാനയൊക്കെ നല്ല ഒതുങ്ങി ഈശോയെ സ്വീകരിക്കാനൊക്കെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പഠനങ്ങളിലും ഞങ്ങളുടെ കളികളിലും ഞങ്ങളുടെ കഴിവുകളിലും ഒക്കെ നിന്റെ വലിയൊരു വിശുദ്ധി ഉണ്ടാകണമേ. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണുവാൻ, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ, പെരുമാറുവാൻ, സംസാരിക്കുവാൻ, കാണുവാൻ, കേൾക്കുവാൻ, അങ്ങനെ ഈശോയുടെ സ്നേഹവും സമാധാനം മറ്റുള്ള പറഞ്ഞു ഞങ്ങളെ പഠിപ്പിക്കണം. നല്ല മക്കളായിട്ട് വളർന്നു വരുവാൻ നമുക്ക് ഒരുമിച്ച് സകല വിശുദ്ധരെയും മാലാഖമാരെയൊക്കെ നമ്മുടെ മധ്യസ്ഥം വ്യാഴ്ചകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വ്യാഴ്ചകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയുടെ സകല വാഗ്ദാനങ്ങളും നമ്മൾ ഓരോരുത്തരും യോഗ്യരാകുവാൻ സർവ്വശക്തനായ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും ഒന്ന് കൈകൂപ്പി പിടിച്ചൊന്ന് കണ്ണുകൾ അടച്ചു പിടിച്ച് അച്ഛനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാം. പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായി നല്ല ദൈവമേ, കർത്താവേ, മക്കളെ അങ്ങ് ആശീർവദിക്കണമേ. ഇവിടെ കുറവുകളും ബലഹീനതകളും വിശുദ്ധീകരിക്കണമേ. വിശുദ്ധകുരിശിന്റെ യോഗ്യതയാലും തിരുത്തിന്റെ വലിയ സംരക്ഷണത്താലും മക്കളെ വിശുദ്ധീകരിക്കും. ഒരിക്കലും ഇവിടെ സ്വാധീനം പോലും മക്കളെ ഏശാതെ ഈ മക്കളായിരിക്കുന്ന കുടുംബങ്ങളിലും പഠനത്തിന്റെ സാഹചര്യം കളികളുടെ മേഖലയിലും ഒക്കെ ഒത്തിരി വിശുദ്ധിയോട് കൂടി ആയി വ്യാപരിക്കുവാൻ സകലത്തിലും മാർഗമെടുക്കുന്നു. ആയിരിക്കുമേ ഈശ്വരത്തിന്റെ വലിയ സംരക്ഷണമാകണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛനൊരു താങ്ക്സ് പറയണ്ടേ? എല്ലാവരും കൈ ഇങ്ങനെ തന്നെ ആക്കി താങ്ക്സ് പറഞ്ഞേ അച്ഛനെ. ഒരു ബൈ പറഞ്ഞേ. ബൈ അച്ഛാ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.